ഗുഡ് മോദിക്കെ മോർണിംഗ്. മോദിക്കെ ടീം അച്ചീവേഴ്സിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും ബിസിനസ് ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് ടീമിനെ വളർത്തിയെടുക്കുന്നത്. എന്നാൽ അശ്രദ്ധ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും നാം മിക്കവാറും വരുത്തുന്ന 10 മിസ്റ്റേക്കുകളെക്കുറിച്ചാണ് കേരളത്തിൻ്റെ പ്രൊഡക്റ്റ് ആൻഡ് ബിസിനസ് ട്രെയിനറായ ജോമേഷ് എം ജോസഫ് സർ ഇവിടെ വിശദീകരിക്കുന്നത്. തെറ്റുകൾ ഒഴിവാക്കി ബിസിനസ്സിൽ മുന്നേറാൻ ഈ വീഡിയോ നമ്മളെ വളരെയധികം സഹായിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഗുഡ് മോദിക മോർണിംഗ് ടീം, എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഹൃദ്യമായി മോദികേഡ് SPBM ആസാദ് കി പാഠശാല ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജോമേഷ് എം ജോസഫ്, കേരളത്തിന്റെ പ്രോഡക്റ്റ് ആൻഡ് ബിസിനസ് ട്രെയിനർ, നിങ്ങളുടെ പ്രോഡക്റ്റ് ആൻഡ് ബിസിനസ് ട്രെയിനർ. ഇന്ന് വളരെ രസകരമായിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, സർവോപരി നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ആസാദ് കി പാഠശാലയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The 10 common mistakes that new consultants make. സാധാരണയായി മോദി കെയർ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ബിസിനസ് ബിൽഡ് ചെയ്ത് തുടങ്ങുന്ന പുതിയ കൺസൾട്ടൻസ്, പുതിയ വ്യക്തികൾ അവരുടെ ബിസിനസ്സിൽ വരുത്തി വെക്കുന്ന 10 തെറ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഏകദേശം 75ഓളം വ്യക്തികൾ സൂമിലും 25ഓളം വ്യക്തികൾ ലൈവിലുമുണ്ട്. തന്നെ നിങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സൂമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നവരോട് സൂമിൽ ജോയിൻ ചെയ്യാൻ പറയുക. അതുപോലെ യൂട്യൂബ് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവരോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുക. ഈ ഒരു 10 മിസ്റ്റേക്സ് തിരിച്ചറിഞ്ഞ് നമ്മൾ മാറ്റം വരുന്നിടത്ത് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് മുന്നേറുന്നതിന് സാധ്യമാണ്. എത്ര പേർക്ക് നമ്മുടെ ഈ കൂട്ടത്തില് ആഗ്രഹമുണ്ട് ബിസിനസ്സിൽ ശരിയായ രീതിയിൽ മോദിക ബിസിനസിനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഒന്ന് കമന്റ് ചെയ്യൂ. അങ്ങനെ ആഗ്രഹമുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ബിസിനസ്സിൽ ശരിയായ രീതിയിൽ ബിൽഡ് ചെയ്ത് ഈ ബിസിനസ്സിലും നേരിടണമെന്ന്? യെസ്, എനിക്ക് തീർച്ചയായും നിങ്ങളെ ഇതിൽ സഹായിക്കാനായിട്ട് സാധിക്കും. എന്ന് ഞാൻ പരിചയപ്പെടുത്തി. ജോമേഷ് എം ജോസഫ്, കേരളത്തിന്റെ മോദി കെയർ പ്രോഡക്റ്റ് ആൻഡ് ബിസിനസ് ട്രെയിനർ. 10 വർഷം ട്രെയിനിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 10 വർഷത്തെ ട്രെയിനിങ് എക്സ്പീരിയൻസിൽ അതിൽ തന്നെ ഏകദേശം 7 വർഷത്തോളം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മുതൽക്കൂട്ടാവും. സോ അടുത്തൊരു 40-50 മിനിറ്റ് ബിസിനസ്സിൽ മുന്നേറാനായിട്ട് ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവർക്കും ഇപ്പൊ തന്നെ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ടീമിലുള്ളവരോടും ബിസിനസിന്റെ ഭാഗമാകാനായിട്ട് ആഗ്രഹമുള്ളവരോടും ഒക്കെ ഈ ഒരു പ്രോഗ്രാം കാണാനായിട്ട് പറയാം. 10 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്തോടു കൂടി നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ സമയത്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ആർ യു ഓൾ റെഡി? അടുത്തൊരു 40-50 മിനിറ്റ് നമുക്കൊപ്പം ഒരുമിച്ച് സഞ്ചരിക്കാൻ സാധിക്കുമോ? ഒന്നുകൂടെ കമന്റ് ചെയ്യൂ. മോദി കെയർ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ ഏറ്റവും കൂടുതൽ പൊഴിഞ്ഞു പോകുന്നത് നമുക്കറിയാം. എന്താണ് പൊഴിഞ്ഞു പോകുന്നത്? ഓക്കെ, ആദ്യത്തെ എത്ര നാളുകൾ കൊണ്ടാണെന്ന് അറിയാം? എത്ര നാളുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എത്ര ഒരു പീരീഡ്, ഒരു ടൈം പീരീഡ് വെക്കാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ച് സമയം, കുറച്ചു കാലം, ഇതാണ് അവരുടെ സക്സസ് ഈ ബിസിനസ്സിൽ നിർണ്ണയിക്കുക. അതിനിടയിൽ കുറെ ആൾക്കാർ വിട്ടു. അപ്പൊ എത്ര നാളുകൾ കൊണ്ടാണ്
കൂടുതൽ ആൾക്കാർ പൊഴിഞ്ഞു പോകുക, ഏറ്റവും കൂടുതൽ പൊഴിഞ്ഞു പോക്ക് ഏതൊരു പീരീഡിലാണ്? കമന്റ് ചെയ്യൂ. നിങ്ങളുടെ സോൾ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. എന്നാൽ മാത്രമാണ് ഈ സെഷനെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. പറയൂ. ഏകദേശം ഒന്ന് ഗസ് ചെയ്യൂ എല്ലാവരും. കമന്റ് ബോക്സ് ഉപയോഗപ്പെടും. ജോയിൻ ചെയ്യും, പക്ഷേ പ്രോഡക്റ്റ് മേടിക്കില്ല. എത്ര നാളുകൾ കൊണ്ടായിരിക്കും ഏകദേശം അവർക്ക് അതിന്റെ താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് അവർ വേണ്ട എന്ന് വെക്കുന്നത്? ആ ഒരു പീരീഡ് ഏകദേശം തീർച്ചയായിട്ടും അത് ഓരോ വ്യക്തികളുടെയും ഡിപ്പെൻഡ് ചെയ്താണ്. എന്നാലും നമ്മൾ ഡാറ്റയൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? എത്ര നാളുകൊണ്ട് ഒരു വ്യക്തി ബിസിനസ്സിനെ തീക്ഷ്ണമായിട്ട് എടുക്കും, അല്ലെങ്കിൽ വേണ്ട എന്ന് ഒരു നിശ്ചിത ഒരു സമയത്തിലാണ് സംഭവിക്കുക? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കും. 1 മാസം, 2 മാസം, 6 മാസം, 7 മാസം, ഓക്കെ, 6 to 7 months, ഓക്കെ. After 2-3 months, okay. Yes. First month, okay, right. 3 പേരെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി ആൾക്കാർക്ക് പ്രത്യേക അഭിപ്രായമൊന്നുമില്ലേ? അപ്രോക്സിമേറ്റ്ലി ഒരു ആദ്യത്തെ 3 മാസങ്ങൾ നിർണായകമാണ്. 3 to 6 months പീരിയഡ്, 3 മുതൽ 6 മാസം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു ആദ്യത്തെ 3 മുതൽ 6 മാസത്തിനുള്ളിൽ അവർ വേണോ വേണ്ടയോ എന്നൊക്കെ വെക്കും. ഈ സമയം അവർക്കൊരു ഇൻകം കൊടുക്കാനായിട്ട് സാധിച്ചാൽ, നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി. ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടു കൂടി വരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആദ്യത്തെ 2-3 മാസമൊക്കെ നോക്കും. അത് എങ്ങനെയൊരു 4-5 മാസം മുന്നോട്ട് കൊണ്ടുപോകും. ഒരു 6 മാസം ആകുമ്പോഴത്തേനും മടുക്കും. ദെൻ 3 to 6 months വേണ്ട എന്ന് വെക്കും. ഈ ആദ്യത്തെ 6 മാസം, 3 മുതൽ 6 മാസം വളരെ നിർണായകം, വളരെ ഡിസൈസീവാണ്, നിർണായകം. കാരണം വ്യക്തിയെ വേണം എന്നോ വേണ്ട എന്നോ പ്രേരിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് തിരിച്ചുവിടാം. എല്ലാവരും പാർട്ടിസിപ്പേറ്റ്. ഇപ്പോഴാണ് ആൾക്കാർ ക്വസ്റ്റ്യൻ ഒക്കെ കേൾക്കുന്നതെന്ന് തോന്നുന്നു. ആൻസർ ഇപ്പോഴും വരുന്നുണ്ട്. ഈ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ 10 മിസ്റ്റേക്സ് ആണ്. ഈ 10 മിസ്റ്റേക്സ് അത് മിസ്റ്റേക്സ് ആണെന്നും ഇതിനെ ഒഴിവാക്കി, ഇതിനെ അകറ്റി നിർത്തി ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഓർക്കുക, ഒരു പുതിയ കൺസൾട്ടന്റ് മോദിക്കേന്റെ ഭാഗമാകുമ്പോൾ ഈ 10 കോമൺ ആയിട്ട് കണ്ടുവരുന്ന മിസ്റ്റേക്സ് അവർക്ക് ഒഴിവാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവർ ഈ ബിസിനസ്സിൽ ഊർജത്തോടുകൂടി മുന്നോട്ട്. ഇപ്പൊ എന്നെ ശ്രവിക്കുന്ന എല്ലാ വ്യക്തികളും ഈ 10 കോമൺ മിസ്റ്റേക്സ് മനസ്സിലാക്കിയിരിക്കുക. എന്റെ ബിസിനസ്സിൽ ഈ കോമൺ മിസ്റ്റേക്സിൽ, സാധാരണയായിട്ട് കണ്ടുവരുന്ന ഈ മിസ്റ്റേക്സിൽ ഏത് മിസ്റ്റേക്കാണ് ഞാൻ വരുത്തുന്നത് എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ മിസ്റ്റേക്സ് ഞാൻ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തി മുന്നോട്ട് പോകുക. അതുപോലെ പുതിയ ആൾക്കാർ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നവരോട് ഈ 10 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതൊരു മിസ്റ്റേക്ക് ആണ്, ഈ ബിസിനസ്സിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും നമ്മൾക്കുണ്ടെങ്കിൽ അത് മാറ്റി മുന്നോട്ട് പോകാനാണ് ആവശ്യം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി 3 മുതൽ 6 മാസം കേട്ടോ. സോ ഫ്രണ്ട്സ്, സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. സാധാരണയായിട്ട് ബിസിനസ്സിൽ കണ്ടുവരുന്ന 10 മിസ്റ്റേക്സ്, ഏറ്റവും കൂടുതൽ ആൾക്കാര് ആദ്യത്തെ ഒരു 6 മാസത്തിനുള്ളിൽ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്. ഈ മിസ്റ്റേക്സിനെ നമുക്ക് മറികടക്കാൻ സാധിച്ചാൽ ഈ ബിസിനസ്സിൽ നമുക്ക് മുന്നേറുന്നതിന്, വിജയം വരിക്കുന്നതിന് സാധ്യതയുള്ളൂ. നോക്കാം, ഒന്നാമത്തെ ഏതാ നോക്കാം. ഫസ്റ്റ്, റീഇൻവെന്റ് ദ വീൽ. ഒന്നാമത്തെ മിസ്റ്റേക്ക് ആണ് റീഇൻവെന്റിങ് ദ വീൽ. നമ്മളെല്ലാവരും ചക്രങ്ങൾ, വീൽ നമുക്കറിയാം അല്ലെ?
നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ചക്രങ്ങൾ. ഈ ചക്രങ്ങൾ അതിനൊരു നിശ്ചിതമായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്, രൂപമുണ്ട്. ചക്രം ഓൾറെഡി കണ്ടുപിടിച്ച ഒന്നാണ്, നമ്മുടെ വേഗതയെ നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചക്രം കണ്ടുപിടിക്കപ്പെട്ടു. നമ്മൾ ആ ചക്രങ്ങൾ വീണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ചക്രം കണ്ടുപിടിക്കപ്പെട്ടതാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചക്രം കണ്ടുപിടിക്കപ്പെട്ടു. ആൾക്കാർ അത് ഉപയോഗപ്പെടുത്തുന്നു, വേഗത്തിൽ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നു. പിന്നീട് നമ്മൾ ആ ചക്രം കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നും കൂടി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? കമന്റ് ചെയ്യൂ. ഉണ്ടോ? ഹലോ, ഇതിന്റെ ഉത്തരം കിട്ടിയാലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, റൂബി മേഡം ഇല്ല. യെസ്, നോ, യെസ്, ആവശ്യമില്ല. യെസ്. ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ, മോദി കെയർ ഒരു പ്രൂവൺ പ്ലാറ്റ്ഫോമാണ്, ഒരു പ്രൂവൺ സിസ്റ്റമാണ്, ഒരു പ്രൂവൺ ബിസിനസ് മോഡലാണ്. നമ്മൾ എന്തേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? യെസ്, ആ സിസ്റ്റത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫോളോ ദ ടൈം ടെസ്റ്റഡ് സിസ്റ്റം. ഇതൊരു സിസ്റ്റമാണ്. മോദി കെയർ ഇസ് എ സിസ്റ്റം. ഡയറക്ട് സെല്ലിംഗ് ഇസ് എ സിസ്റ്റം. മോദി കെയറിലേക്ക് കടന്നു വന്ന വ്യക്തികൾ ആ സിസ്റ്റത്തെ രണ്ടാമതായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിലൂടെ വിജയിച്ച് 10,000, 20,000, 50,000, 1,00,000, 5,00,000, 10,00,000, 30,00,000 ഒക്കെ ഇൻകം മേടിക്കുന്ന വ്യക്തികൾ കേരളത്തിൽ തന്നെ നമുക്ക് ധാരാളമായിട്ടുണ്ട്. അവരെന്താണോ ചെയ്തത് അത് ചെയ്താൽ മതി. പുതിയതായിട്ട് നമ്മുടെ ഒരു മെത്തേഡ് കണ്ടുപിടിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അതൊരു പ്രൂവൺ സിസ്റ്റമാണ്, ടൈം ടെസ്റ്റഡ് സിസ്റ്റമാണ്. നമ്മൾ എന്തേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? മോദി കെയറിന്റെ ഭാഗമായി കടന്നു വന്ന ഒരു വ്യക്തികളും വിജയിച്ച വ്യക്തികൾ എന്താണ് ബിസിനസ്സിൽ ചെയ്തത്, എങ്ങനെയാണ് അവർ വിജയിച്ചത്, അത് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചക്രത്തിന്റെ കാര്യം പറഞ്ഞത്. ചക്രം ഓൾറെഡി കണ്ടുപിടിച്ചു, അത് ഉരുളും. പിന്നീട് നമ്മൾ രണ്ടാമത് ആ ചക്രത്തെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അത് ഉരുളുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനെ ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്താൽ മതി? സഞ്ചരിച്ചാൽ മതി. മോദി കെയർ ഒരു പ്രൂവൺ സിസ്റ്റമാണ്, ബിസിനസ് ആണ്. ആ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തെ പിന്നീട് നമ്മൾ ഒന്നും കൂടി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. വിജയിച്ച വ്യക്തികൾ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് അവർ വിജയിച്ചത് എന്ന് നോക്കിയാൽ മതി. ക്ലിയർ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. വിജയിച്ച എത്രയോ വ്യക്തികൾ കേരളത്തിലുണ്ട്. അവരെ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ മതി. അതാണ് ടൈം ടെസ്റ്റ് ചെയ്ത, പ്രൂവ് ചെയ്ത സിസ്റ്റം ഫോളോ ചെയ്യാൻ പറയുന്നത്. പിന്നെ നമ്മൾ പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കാനായിട്ടില്ല ഈ ഒരു മേഖലയിൽ, പക്ഷെ ചെയ്യാനായിട്ട് മനസ്സിലാക്കി ചെയ്യാം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ഇൻഫർമേഷൻ. ഇതാണ് സാധാരണ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുത്തി വെക്കുന്നത്. ജോയിൻ ചെയ്യും എന്നിട്ട് ആലോചിച്ചിരിക്കും, എന്താണ് ചെയ്യേണ്ടത്, ഇത് ശരിയാകുമോ, എങ്ങനെ ചെയ്യും. ആലോചിച്ചിരിക്കാതെ, മടിച്ചിരിക്കാതെ വിജയിച്ച വ്യക്തികളെ നോക്കുക, അവർ ചെയ്തത് എന്താണോ അത് തന്നെ ചെയ്യുക. ഒന്നാണ് ഈ ബിസിനസ് നമ്മളെ ബിസിനസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ബിസിനസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. താങ്ക് യു ശ്രീരഞ്ജിനി മേഡം, മനസ്സിലാക്കി ചെയ്യാമെന്ന് ഉള്ള കമന്റ്. ഓൾ ദി ബെസ്റ്റ്. രണ്ടാമതായിട്ട് സാധാരണയായിട്ട് നമ്മൾ വരുത്തി വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് പഠിക്കാനും ചിന്തിച്ചു പ്രവർത്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ മടി കാണിക്കുന്നത്. നമ്മൾ പഠിക്കാൻ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ ഒരു വ്യക്തിക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. Nobody can help you. Nobody can help us in fact. ഒരു വ്യക്തിക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. എന്നെയും നിങ്ങളെയും
സഹായിക്കാൻ സാധിക്കില്ല. എന്തിന്? ഞാൻ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുന്നില്ലെങ്കിൽ ഒരു വ്യക്തിക്കും എന്നെ സഹായിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തിയും. നമ്മൾ ബിസിനസിനെ പറ്റി പഠിക്കാനായിട്ട്, മോദിക്കേനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട്, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിക്കാനായിട്ട് തയ്യാറാവുന്നില്ലെങ്കിൽ നമുക്ക് മുന്നേറാൻ സാധിക്കില്ല. ഏറ്റവും അധികം വ്യക്തികൾ വരുത്തി വെക്കുന്ന ഒരു മിസ്റ്റേക്ക് കൂടിയാണ് പഠിക്കാനും ചിന്തിച്ച് മാറി പ്രവർത്തിക്കാനും തയ്യാറാവുന്നത്. അതുപോലെ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാണെങ്കിൽ ഒരു വ്യക്തിക്കും നിങ്ങളെ തടസ്സപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ ഒരു വ്യക്തിക്കും നിങ്ങൾ എന്ന് പറയേണ്ട നമ്മൾ പഠിക്കാനും മാറാനും തയ്യാറാവുന്നില്ല എങ്കിൽ ഒരു വ്യക്തിക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. അതുപോലെ നമ്മൾ പഠിക്കാനും പഠിച്ച് മുന്നേറാനും തീരുമാനിച്ചതാണെങ്കിൽ ഒരു വ്യക്തിക്കും നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. നമുക്കറിയാം, ഈ ബിസിനസ്സിൽ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ആവശ്യമില്ല, യാതൊരു പ്രയർ എക്സ്പീരിയൻസും ആവശ്യമില്ല, യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ യാതൊരുവിധ റിസ്കുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയിട്ട് ഇതിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ സംബന്ധിക്കും. നമ്മൾ വരുത്തുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ നമ്മുടെ അജ്ഞത, നമ്മുടെ അറിവില്ലായ്മ, പഠിക്കാനും മാറാനുമുള്ള മനോഭാവമില്ലാത്തത് നമ്മളെ ഈ ബിസിനസ്സിന് തടസ്സപ്പെടുത്തും. ഒത്തിരി പഠനത്തിന് പ്രാധാന്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഒത്തിരി പഠിച്ച് മുന്നേറാനായിട്ട് പഠിക്കാനായിട്ടുള്ളതാണ് മോദി കെയർ ബിസിനസ് പ്ലാൻ, സമി മോദി ആസ്ട്രാജി പ്ലാൻ, അൺലിമിറ്റഡ് പ്രോഡക്ട്സ്. ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവണം. അപ്പോഴാണ് നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക. എക്സ്പീരിയൻസ് ആവശ്യമില്ല, ക്വാളിഫിക്കേഷൻസ് ആവശ്യമില്ല, പക്ഷെ ഒന്നും പഠിക്കണ്ട, ഒന്നും മനസ്സിലാക്കണ്ട എന്ന് ആരും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നവരോട് പറഞ്ഞിട്ടില്ല. എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്ന് പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞു, മോണിറ്ററി ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ പഠിക്കണ്ട, മനസ്സിലാക്കണ്ട, മാറണ്ട എന്ന് ഒരു വ്യക്തിയും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓർക്കുക, പഠിക്കാനും മനസ്സിലാക്കാനും മാറി പ്രവർത്തിക്കാനും തുടങ്ങുന്നിടത്താണ് നമ്മുടെ വിജയം. അതുകൊണ്ട് ഈ നിമിഷം മുതൽ പഠിക്കാനും മാറി ചിന്തിക്കാനും പ്രവർത്തിക്കാനും വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. മൂന്നാമതായിട്ട് ഏറ്റവും അധികം ആൾക്കാർ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് തിങ്കിങ് ഷോർട്ട് ടേം. എന്താണിത്? ഇവിടെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുതെന്ന് മലയാളത്തിൽ ഒരു പഴമൊഴിയുണ്ട്. അതിനവിടെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. ഇരിക്കും കൊമ്പ് മുറിക്കരുത്, നമ്മളടക്കം താഴും. ഷോർട്ട് ടേം ആയിട്ട് ചിന്തിക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ്. എന്താണ് ഷോർട്ട് ടേം? നമുക്കറിയാം, ഏതൊരു കാര്യവും നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സമയം ആവശ്യമാണ്. സമയബന്ധിതമാണ് എല്ലാ കാര്യവും. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാം. അതാണ് ഷോർട്ട് ടേം. അതിന് വലിയ കാര്യങ്ങൾ നമുക്ക് ഒരു വർഷം മുതൽ 3 വർഷമൊക്കെ സമയമെടുക്കും. അതാണ് മിഡ് ടൈം. വലിയൊരു സംരംഭം, വലിയ വലിയ കാര്യങ്ങൾ, വലിയ സ്വപ്നങ്ങൾ, ഇതൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ സമയം ആവശ്യമാണ്. 5 വർഷമോ 6 വർഷമോ 7 വർഷമോ ഒക്കെ ആവശ്യമാണ്. അതാണ് ലോങ് ടേം. നോക്കുക, എല്ലാ വലിയ വലിയ സംരംഭങ്ങളും ഇന്നുണ്ടായി വന്നതല്ല. ഏതൊരു വിജയിച്ച വ്യക്തിയെ നോക്കിക്കൊള്ളൂ, എത്രയോ വർഷത്തെ കഠിനാധ്വാനവും അർപ്പണവും ഒക്കെയാണ് അവരെ ഈ നിലയിൽ എത്തിച്ചത്. നമ്മളൊരു വ്യക്തി വിജയിച്ചു കഴിയുമ്പോൾ മാത്രമേ ആ വ്യക്തിയെ പറ്റി അറിയുന്നുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹം എടുത്ത ത്യാഗങ്ങൾ, വർഷങ്ങൾ, എത്രയോ വർഷങ്ങളുടെ അധ്വാനമാണ്. നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. വേഗം വിജയിക്കണം, പെട്ടെന്ന് പൈസ ഉണ്ടാകും. ഇന്ന് 1 ലക്ഷവും 5 ലക്ഷവും 7 ലക്ഷവും 10 ലക്ഷവും
30 ലക്ഷവും ഒക്കെ വരുമാനം മേടിക്കുന്ന വ്യക്തികൾ മോദിക്ക് കേരളയിലുണ്ട്. അവരോട് ചോദിച്ചു നോക്കുക, അവർ ഇന്നലെ ജോയിൻ ചെയ്ത് ഇന്ന് 1 ലക്ഷം മേടിച്ചവരാണോ? മിനിമം 1 വർഷം മുതൽ 3 വർഷമെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യമാണ് ഒരു 1 lakh ഇൻകത്തിലേക്ക് എത്താൻ. എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല, ഇൻവെസ്റ്റ്മെന്റ് ചോദിച്ചിട്ടില്ല, റിസ്ക് ഇല്ല. നമ്മുടെ സമയം, നമ്മുടെ അധ്വാനം, അതാണ് ചോദിക്കുന്നത്. സോ 1 വർഷം 3 വർഷമൊക്കെ ആവശ്യമാണ്. അതിൽ കുറഞ്ഞ സമയം കൊണ്ട് ആവാൻ സാധിക്കും. അത്ര തീവ്രമായിട്ട് തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഒരു സാധാരണഗതിയിൽ 1 വർഷം മുതൽ 3 വർഷമൊക്കെ ആവശ്യമാണ് 1 lakhും 10 lakhും ഒക്കെ മേടിക്കുന്നവരോട് ചോദിക്കുക, എത്ര വർഷം മുമ്പാണ് ബിസിനസ്സിലേക്ക് വന്നത്? അതുപോലെ ഓർക്കുക, നമ്മൾ ഇന്ന് വന്ന് നാളെ പൈസ ഉണ്ടാക്കി നാളെ കഴിഞ്ഞ് ഇനി എന്ത് എന്ന ആകുലതയിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. എനിക്കും ഇനി വരാനുള്ള എന്റെ തലമുറയ്ക്കും കടന്നു പോകുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വലിയ സംരംഭത്തിന് സമയം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. ക്ഷമയോടുകൂടി, അർപ്പണ മനോഭാവത്തോടുകൂടി, ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുക. ഇന്ന് പൊട്ടിമുളച്ച് നാളെ കരിഞ്ഞു പോകേണ്ട ഒന്നല്ല മോദിക്ക് ബിസിനസ്. ഇതിന് നമുക്ക് വേരുകൾ ആവശ്യമാണ്. ഒരു വീട് പണിയുമ്പം നമ്മൾ വീടിന്റെ മുകളിലേക്കുള്ളതാണ് കാണുന്നത്. നമ്മള് തറയ്ക്ക് താഴെയുള്ളതൊന്നും ഫൗണ്ടേഷൻ. എന്താണ് ഫൗണ്ടേഷൻ? വാനം മാന്തി ചെളിയൊക്കെ കോരി നമ്മൾ ഉറപ്പിലെത്തിയിട്ട് അവിടെ നിന്നാണ് കല്ലിട്ട് കയറി വരുന്നത്. വീട് പണിയുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ ആരും നിലപ്പേ നല്ല വീട് പണി തുടങ്ങുക. താഴേക്കുണ്ട്. എത്രമാത്രം വലിയ ഒരു ഭവനമാണോ നമുക്ക് ആവശ്യമുള്ളത്, അതനുസരിച്ച് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം. ഒരു നില വീടിന് ആവശ്യമായ ഫൗണ്ടേഷൻ ആയിരിക്കില്ല 2 നില വീടിന് ആവശ്യമായിട്ടുള്ളത്. അതേസമയം ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ, ഒരു 10 നില ഫ്ലാറ്റ് ആണെങ്കിൽ അത് പണിയുന്നതിന് വേണ്ടി അതിലും കൂടുതൽ ഫൗണ്ടേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് ഓർക്കുക, ഇന്ന് നമ്മൾ മുകളിൽ കാണുന്നവരൊക്കെ ആദ്യം അവരുടെ വേരുകളെ ഉറപ്പിച്ചതാണ്. ചൈനീസ് ബാംബൂ ട്രീയുടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ആദ്യത്തെ ഏതാനും വർഷത്തേക്ക് നമ്മൾ ഒരു ചൈനീസ് ബാംബൂ ട്രീ നട്ടുവെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഇത് വളരില്ല. പക്ഷേ ഇത് മണ്ണിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക്, പരമാവധി ആഴത്തിലേക്ക് വേരുകളെ ഓടിക്കുകയാണ്. ഇതിനാണ് വളരാൻ തുടങ്ങുമ്പം ഒറ്റ വളർച്ചയാണ്. ആദ്യത്തെ അത്രയും നാളത്തെ സംരംഭം അത്രയും നാൾ സംഭരിച്ചു വെച്ചതെല്ലാം ഉപയോഗപ്പെടുത്തി അതിശീഘ്രം വളരുകയാണ്. ഇതുപോലെയാണ് മോദിക്ക് നമ്മള് അടിസ്ഥാനം ഇട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നാളെയും നമ്മൾ ഇതുപോലെ തന്നെ അധ്വാനിക്കേണ്ടതായിട്ട് വരും, കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. നാളത്തെ അധ്വാനത്തെ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻകൂട്ടി പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അത്രമാത്രം അടിസ്ഥാനമിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇന്ന് വന്ന് നാളെ കരിഞ്ഞു പോകുന്ന ഒരു ആഴ്മരമല്ല. സ്വാദിഷ്ടമായ മധുരതരമായ മാമ്പഴങ്ങൾ നമുക്ക് എല്ലാ സമയവും ലഭിക്കുന്ന ഒരു മാവിനോട് നമുക്ക് മോദിക്കാൻ ബിസിനസ് ഒരിക്കലും ഒരു മാവ് നട്ടുവെച്ചാൽ ആദ്യത്തെ വർഷം 2ാം വർഷം നമുക്ക് കായൊന്നും കിട്ടില്ല. വളരണം. ആദ്യം നമുക്ക് അധ്വാനം കൂടുതലാണ്. അതിനെ പരിചരിക്കണം, വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, ആടും പശുവൊക്കെ കടിച്ചുകൊണ്ട് പോവാതെ സംരക്ഷിക്കണം. അങ്ങനെ സംരക്ഷിച്ച് വന്ന് ഇന്ന് നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന മാവിലേക്ക് നോക്കൂ. നമ്മൾ ആരെങ്കിലും വെള്ളം ഒഴിക്കുന്നുണ്ടോ? ആരെങ്കിലും വളവിടുന്നുണ്ടോ? പക്ഷേ യഥാകാലം നിമാങ്ങുകളാവുകയും മധുരമുള്ള മാമ്പഴങ്ങൾ നൽകുകയും ചെയ്യും. അതുപോലെയാണ് മോദിക്ക് ബിസിനസ്. അതുകൊണ്ട്
നമ്മൾ അതിന് വളരാനുള്ള സമയം കൊടുക്കുക. ബുദ്ധിത്തോടുകൂടി ക്ഷമയോടുകൂടി പ്രവർത്തിക്കുക. ഇന്ന് നമ്മൾ വിജയിച്ച് കാണുന്ന വ്യക്തികളെ നോക്കുക. മൂന്നാമത്തത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നാലാമത്തിലേക്ക് കടക്കുകയാണ്. പുതിയ വ്യക്തികൾ ബിസിനസ്സിൽ മുന്നേറാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ മറ്റുള്ളവരോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പങ്കുവെക്കാനായിട്ട് തയ്യാറാവുന്നില്ല, മടി കാണിക്കുന്നു എന്നുള്ളതാണ്. ഒരു എക്സാമ്പിളിലൂടെ വിശദമാക്കാം. നമ്മുടെ വീടിനടുത്തൊരു വ്യക്തിയുണ്ട്, നമുക്ക് അത്യാവശ്യ പരിചയമൊക്കെ ഉണ്ട്. നമ്മൾ ആ വ്യക്തിയോട് മോദിക്കേർ ബിസിനസിനെ പറ്റിയിട്ട് പറയാനായിട്ട് മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ, ആ ഒരു ചിന്ത കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പറയും, അയ്യോ ഈ വ്യക്തിയോട് പറയണം, ഇദ്ദേഹം ഇത് നേടിക്കും, ഇദ്ദേഹം ഇതിൽ ജോയിൻ ചെയ്യുമോ? നമുക്ക് ആശങ്കകളാണ്, ആകുലതകളാണ്. ഫ്രണ്ട്സ്, ടീം അത് മാറ്റി. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? എത്ര ആൾക്കാരിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ എത്തിക്കാൻ സാധിക്കുമോ അത്രയും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എത്രമാത്രം പുതിയ വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ, പുതിയ ആൾക്കാരിലേക്ക് ഈ ബിസിനസ്സിനെ എത്തിക്കാൻ സാധിക്കുമോ, അതാണ് നമ്മുടെ വിജയം. എപ്പോൾ നിങ്ങൾ പുതിയ വ്യക്തികളുമായിട്ട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നു, അവരെ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്യാതിരിക്കുന്നു, നിങ്ങളുടെ ബിസിനസ് വളർച്ച താഴേക്ക് പോകുകയും. എത്രമാത്രം ആൾക്കാരിലേക്ക് ഈ ബിസിനസ് എത്തിക്കാവോ അത്രയും ആൾക്കാരിലേക്ക് എത്തിക്കുക. കാരണം 10 പേരോട് പറയുമ്പോഴായിരിക്കും ഒരു വ്യക്തി ഇതൊക്കെ ഉത്തമ ബോധ്യത്തോടു കൂടി നെഞ്ചോട് ചേർത്ത് പ്രവർത്തിക്കാൻ തയ്യാറാവുക. എനിക്ക് 100 പേരുടെ ഒരു ടീം എനിക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ കൂടുതൽ വ്യക്തികളോട് ഞാൻ സംസാരിക്കാനായിട്ട് തയ്യാറാവണം. പണ്ടൊരു കഥയുണ്ട്. ഒരു വ്യക്തി ഭയങ്കര പ്രാർത്ഥനയാണ്, എല്ലാ ദിവസവും പ്രാർത്ഥനയാണ്, ദൈവമേ എനിക്ക് ലോട്ടറി അടിക്കണേ, എനിക്ക് ലോട്ടറി അടിക്കണേ. പക്ഷേ പ്രാർത്ഥന അങ്ങനെ ഒന്നും നോക്കിയിട്ടൊന്നും ലോട്ടറി അടിക്കുന്നില്ല. അപ്പം ഈ വ്യക്തിയുടെ സ്നേഹിതൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ഈ ലോട്ടറി അടിച്ചില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ലോട്ടറി അടിക്കണേ ലോട്ടറി അടിക്കണേ എന്ന്, പക്ഷെ എനിക്ക് ഇതുവരെ അടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തുകയാണ്. അന്നേരം ആ മറ്റേ വ്യക്തി ചോദിച്ചു, എപ്പോഴൊക്കെയാണ് ലോട്ടറി എടുക്കുന്നത്? എത്ര ദിവസം കൂടുമ്പോഴാണ്? മറ്റു വ്യക്തി ഉത്തരം പറഞ്ഞു, ഞാൻ ഇതുവരെ ലോട്ടറി എടുത്തിട്ടില്ല. ഫ്രണ്ട്സ്, ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് സമാനമാണ് മറ്റുള്ള വ്യക്തികളോട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പങ്കുവെക്കാതെ, ഷെയർ ചെയ്യാതെ, അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാതെ ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നേറുന്നതിന് എത്രമാത്രം ആൾക്കാരിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എത്തിക്കാൻ സാധിക്കുമോ അത്രമാത്രം ആൾക്കാരിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി നമുക്കൊരു പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാവണം. ആരാണ് പ്രോസ്പെക്ട്? എനിക്ക് ഈ ബിസിനസ്സിന് വേണ്ടി അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്ന ഏതൊരു വ്യക്തിയും എൻ്റെ പ്രോസ്പെക്റ്റ് ആണ്. എനിക്ക് ഈ ബിസിനസ്സിന് വേണ്ടി അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്ന, സമീപിക്കാൻ സാധിക്കുന്ന ഏതൊരു വ്യക്തിയും എൻ്റെ പ്രോസ്പെക്റ്റ് ആണ്. നമ്മുടെ ഉത്തരവാദിത്വം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ബോധ്യം, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ചിന്താഗതികൾ
അതൊക്കെ അനുസരിച്ച് അവർ തീരുമാനിക്കട്ടെ വേണോ വേണ്ടയോ എന്ന്. നമ്മുടെ ഉത്തരവാദിത്വം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ മനോഭാവത്തിൽ നമുക്കൊരു മാറ്റം വരുത്താൻ സാധിക്കും. നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ബിസിനസ് അവസരം മാത്രമല്ല, നമ്മൾ ചെയ്യുന്നത് ഒരു സാമൂഹിക സേവനമാണ്. ഈ ഒരു മനോഭാവത്തിൽ പ്രവർത്തിക്കൂ. കാരണം ഒരു വ്യക്തിയെ സാമ്പത്തികമായിട്ട് ഞാൻ കൈപിടിച്ച് ഉയർത്തുന്നത് വഴിയായിട്ട്, ഒരു വ്യക്തിയെ സാമ്പത്തികമായി ഞാൻ കൈപിടിച്ചുയർത്തുന്നത് വഴിയായിട്ട് ആ വ്യക്തിയുടെ ജീവിത ക്ലേശം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹിക സേവനമാണ്, വലിയൊരു സേവനമാണ്. ആ ഒരു മനോഭാവത്തോടു കൂടി ഈ ഓപ്പർച്യൂണിറ്റിയെ പങ്കുവെക്കൂ. നിങ്ങൾക്ക് വ്യത്യാസം കാണാനായിട്ട് സാധിക്കും, മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. രണ്ട് കാര്യം പ്രോസ്പെക്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കണം. ഒന്ന്, നിത്യേനെ ഏറ്റവും കുറഞ്ഞത് 2 പേരുടെ പേര് ആ പ്രോസ്പെക്ട് ലിസ്റ്റിൽ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ആ ലിസ്റ്റിൽ നിന്ന് നിത്യേനെ ഒരു വ്യക്തിയോടെങ്കിലും മോദി കെയർ പ്ലാനും പ്രോഡക്ട്സും ഡിസ്കസ് ചെയ്തിരിക്കണം. ഈ ബിസിനസ് വേണ്ടിയിട്ട് അവരെ ഈ ബിസിനസിനെ പറ്റി പങ്കുവെക്കുന്നതിനു വേണ്ടി സമീപിക്കാൻ സാധിക്കുന്ന ഏതൊരു വ്യക്തിയും എൻ്റെ പ്രോസ്പെക്റ്റ് ആണ്. Anybody whom I can approach him or her for this business is my prospect. അവർ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ അതിലേക്ക് വരും. നമ്മുടെ ഉത്തരവാദിത്വം അത് പറയുക എന്നുള്ളതാണ്. 1000 പേരുടെ ഒരു ടീം ഞാൻ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, പേര് മിനിമം 1000 പേരോടെങ്കിലും ഞാൻ സംസാരിക്കണ്ടേ? തീർച്ചയായിട്ടും അതിൽ കൂടുതൽ ആവശ്യമാണ്. കാരണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പങ്കുവെക്കുന്ന എല്ലാ വ്യക്തിക്കും ഇതിന്റെ ആവശ്യകത ഉണ്ടാവില്ല. അവർക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാവണമെന്നില്ല. അവർ ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ വ്യക്തികളോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പങ്കുവെക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നമ്മൾ തളരുകയും, വളരണമെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ പങ്കുവെക്കണം. 5-ാമതായിട്ട്, ബിസിനസിന്റെ ആദ്യകാലങ്ങളിൽ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും, അധ്വാനം കൂടുതലായിരിക്കും. ആ സമയത്ത് ശരിയായ രീതിയിൽ ബിസിനസ് ബിൽഡ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ഗുണകരമല്ലാതായിട്ട്. അതുപോലെ ഇതിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കടം കൊടുക്കുക എന്നത്. കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയേക്കാളും കൂടുതലാണ് തിരിച്ചു കിട്ടാതിരിക്കാനുള്ള സാധ്യത. പറയാറുണ്ട്, കടം കൊടുക്കുന്ന വ്യക്തി ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കൂടിയാണ് ഇല്ലാതാക്കുക. അവസ്ഥ നോക്കിയാൽ അറിയാം, തിരിച്ചു തരാതെ ഇരിക്കില്ല, തിരിച്ചു തരുന്നവരുണ്ട്. ഓക്കെ, പക്ഷെ കൂടുതൽ വ്യക്തികളിൽ നിന്ന് നമുക്കത് തിരിച്ചെടുക്കുക റിക്കവറി പ്രയാസം. തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ മുന്നേറാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഫേമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന അതുപോലെ കടം കൊടുക്കുകയും ബിസിനസിന് വേണ്ടി കടം മേടിക്കുകയും ചെയ്യരുത്. neither a borrower nor a lender. കടം മേടിക്കുന്ന വ്യക്തിയും കടം കൊടുക്കുന്ന വ്യക്തിയുമായിട്ട് നമ്മൾ പരിണമിക്കരുത്. കിട്ടാക്കടമുണ്ടായി ആദായകരമായിട്ട് ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ നമ്മുടെ ഇൻകം പോകും, കഴിഞ്ഞില്ല, എന്നേക്കുമായിട്ട് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധവും കടം കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ തുറന്നു പറയുന്നത് വഴിയായിട്ട് അറ്റ്ലീസ്റ്റ് ആ ബന്ധമെങ്കിലും സേവ് ചെയ്യും. നാളെ നമുക്കത് ഉപകാരപ്പെടാം. കടം കൊടുത്താൽ കൂടുതൽ ശതമാനവും പൈസ പോകുന്നതിനും ബന്ധം നഷ്ടപ്പെടുന്നതിനുമാണ് സാധ്യത.
അതുകൊണ്ട് കടം കൊടുക്കാതിരിക്കുക, കടം മേടിക്കാതിരിക്കുക. ബിസിനസ്സിന് വേണ്ടിയിട്ട് ശരിയായ രീതിയിൽ ബിസിനസ് ബിൽഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കടം കൊടുക്കരുത്, കടം വാങ്ങരുത്. ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതൊരു പോളിസി ആക്കി മാറ്റുക. മേക്ക് ഇറ്റ് എ പോളിസി. മേക്ക് ഇറ്റ് എ പോളിസി. അങ്ങനെ ഒരു പോളിസി തന്നെ നമ്മള് ഒരു പോളിസി തന്നെ നമ്മൾ എടുത്താൽ, ഒരു നിലപാടാക്കി മാറ്റിയാൽ പിന്നീട് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ആറാമതായിട്ട് പ്രൊക്രാസ്റ്റിനേറ്റിംഗ്. എന്താണ്? നമ്മള് തീരുമാനങ്ങൾ എടുക്കാനും എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനും വൈകുന്നതിനെയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ, ഡിലേ ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. എടുത്ത തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാനും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മടി കാണിക്കുന്നതുമാണ് ഈ ബിസിനസ്സിൽ മുന്നേറുന്നതിന് തടസ്സമായിട്ട്, വിഘാതമായിട്ട് നിൽക്കുന്ന ആറാമത്തെ. ഓർക്കുക, നമ്മൾ വിചാരിക്കുമ്പോൾ ഈ വ്യക്തിയോട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് വിചാരിക്കും, ഇന്ന് വേണ്ട, അടുത്ത ആഴ്ച വരുമ്പോൾ വിചാരിക്കും ഈ മാസം പറയണ്ട, അടുത്ത മാസം. തീരുമാനങ്ങളും എടുക്കാനും എടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താനും നിങ്ങൾ മടി കാണിക്കുമ്പോൾ 3 മുതൽ 6 മാസത്തിനുള്ളിൽ ബിസിനസ് വിട്ടുപോയവരുടെ പേജിലേക്ക്, ലിസ്റ്റിലേക്ക് നമ്മൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിച്ചാലും. അതുകൊണ്ട് മോദിക്ക് ബിസിനസ്സിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീരുമാനങ്ങൾ എടുക്കുകയും അത് പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുക. മാറ്റിവെക്കാതിരിക്കുക, നീട്ടിവെക്കാതിരിക്കുക. ബിസിനസ്സിലെ വളർച്ച നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ കാണാനായിട്ട് സാധിക്കും. വ്യക്തിയെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ച അപ്പോയിന്റ്മെന്റ് എടുക്കും. ഈ സെഷന് തൊട്ട് ശേഷം ഒരു വ്യക്തിയോട് നിങ്ങളുടെ മനസ്സിലേക്ക് അവരുടെ മുഖം കടന്നു വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കും. സെഷന് ശേഷം അവരെ വിളിച്ച് കാണാനായിട്ടൊരു ടൈം ഫിക്സ് ചെയ്യൂ. ഫസ്റ്റ് ഇത് ചെയ്യാൻ ഒരു ആർജവം കാണിച്ചാൽ തന്നെ ആ വ്യക്തിയെ പോയി കാണാനുള്ള ഒരു മനസ്ഥിതി, മനോഭാവം നിങ്ങളിൽ വരും. നിങ്ങൾക്ക് തന്നെ ഒരു ഏർജൻസി, ഒരു ആവശ്യകത ഉടലെടുക്കും. അതുകൊണ്ട് ഒന്നും ഇന്നത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. നാളെ നീളെ എന്ന് നമ്മുടെ മനോഹരമായിട്ടുള്ള മലയാളത്തിൽ നാളെ നീളെ. നമ്മൾ എന്താണോ നാളത്തേക്ക് മാറ്റി വെക്കുന്നത് അത് നീണ്ടു പോകാനാണ്. ഒരു വ്യക്തിയോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇപ്പൊ തന്നെ ഈ സെഷന് ശേഷം ഫോൺ എടുക്കൂ, വിളിക്കുന്നു, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യും. ഒരു വ്യക്തിയോട് പ്രോഡക്റ്റിനെ പറ്റി സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഇപ്പൊ തന്നെ ഫോൺ എടുക്കൂ, വിളിക്കൂ. ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ട്, പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സിലൊരു തോന്നലുണ്ടോ, ഇപ്പൊ തന്നെ വിളിക്കൂ, ഓർഡർ ചെയ്യും. സെൻസ് ഓഫ് urgency, ഇമ്മീഡിയറ്റ് ആക്ഷൻ, പെട്ടെന്നുള്ള പ്രവർത്തനം, ഒരു ആവശ്യകത. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ ഇല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം നമ്മളിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കും. ബിസിനസ് ഏഴാമതായിട്ട് എല്ലാവരും മനസ്സ് ഇടറിപ്പോകുന്ന, പതറിപ്പോകുന്ന ഒന്നാണ് റിജക്ഷൻസ്. എന്താണ് റിജക്ഷൻ? ഞാനൊരു വ്യക്തിയോട് വളരെ കാര്യമായിട്ട് പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞു, 2 മണിക്കൂർ സംസാരിച്ചു, വായിലെ വെള്ളം പറ്റി. 25 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയി, അല്ലെങ്കിൽ ബസ്സിൽ കയറിപ്പോയി, എല്ലാം പറഞ്ഞു. ട്രെയിനിൽ കയറി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ഒരു വ്യക്തിയെ
അപ്പോയിന്റ്മെന്റ് എടുത്ത് ആ വ്യക്തിയോട് സംസാരിച്ചു, ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു, എല്ലാം കിട്ടിയിരുന്നതിന് ശേഷം പറയാണ് താല്പര്യമില്ല. ഇതിനെയാണ് റിജക്ഷൻസ്. എല്ലാ മേഖലകളിലും റിജക്ഷൻസ് ഉണ്ടാകും. പക്ഷേ ഓർക്കുക, ഒരു വ്യക്തി, 10 വ്യക്തികൾ, 100 വ്യക്തികൾ നോ പറഞ്ഞാലും നമ്മൾ തോൽക്കില്ല, നമ്മൾ തളരരുത്. കാരണം മറ്റുള്ളവരുടെ നോ എന്നുള്ള ഒരു വാക്ക് നമ്മളെ തളർത്തിയാൽ ഏതൊരു മേഖലയിലും നമ്മൾ തളരും. ഓർക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ നോ അല്ല നമ്മളെ തളർത്തുന്നത്. ആ നോ കേട്ട് വേണ്ട, ഇനി ഒരു വ്യക്തിയോട് ഞാൻ ഇത് ഷെയർ ചെയ്യില്ല എന്നൊരു തീരുമാനമാണ് നമ്മുടെ മുൻപോട്ടുള്ള യാത്ര. മറ്റുള്ളവർ നോ പറയട്ടെ, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. നമ്മൾ ചെയ്യുന്നത് ഒരു സോഷ്യൽ സർവീസ് ആണ്, സാമൂഹിക സേവനമാണ് എന്ന ഉത്തമമായിട്ടുള്ള ഒരു ബോധ്യം നമ്മളിൽ അടിവരയിട്ട് ഉറപ്പിക്കുക. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞൊരു കാര്യം ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ, ബോധ്യം വരുന്നില്ലെങ്കിൽ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമ്മുടെ ഉത്തരവാദിത്തം പറയുക എന്നുള്ളതാണ്. അവരുടെ ഉത്തരവാദിത്തമാണ് ചിന്തിച്ച് പ്രവർത്തിക്കണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കുക. നമ്മൾ 2 കോടി രൂപ മുടക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ ഒരു വ്യക്തി നോ പറഞ്ഞാൽ നമ്മളത് ഇട്ടിട്ട് പോവോ? ഇല്ല. എന്തുകൊണ്ടാ? ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. ബിസിനസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. ചില സമയങ്ങളിലെങ്കിലും അതൊരു പോരായ്മയും ആകാറുണ്ട്. കാരണം 1 or 2 പേര് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുമ്പോൾ നോ പറഞ്ഞാൽ നമ്മൾ തളരുകയാണ്. Never ever allow the dreamless to spoil your dreams. സ്വപ്നങ്ങളില്ലാത്തവർ, ഞാൻ എടുത്തു പറയുന്നു, സ്വപ്നങ്ങളില്ലാത്തവർ നമ്മുടെ സ്വപ്നങ്ങളെ കുഴിച്ചു മൂടുന്നതിന് ഇട കൊടുക്കാറ്. Never ever allow the dreamless to spoil our dreams. സ്വപ്നങ്ങളില്ലാത്തവർ, ആഗ്രഹങ്ങളില്ലാത്തവർ, കാഴ്ചപ്പാടുകളില്ലാത്തവർ, ബോധ്യങ്ങളില്ലാത്തവർ നമ്മളുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ബോധ്യങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ വളർത്തുന്നതിന് നമ്മൾ അവസരം കൊടുക്കുന്നതിന് തുല്യമാണ്. ഒരു വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അതുപോലെ ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒന്നാണ്, എത്ര വ്യക്തി നോ പറഞ്ഞാലും നിങ്ങൾ തോൽക്കില്ല. ആ നോ കേട്ട് ഇനി ഞാൻ വേണ്ട എന്ന് വെക്കുന്നിടത്താണ് നമ്മുടെ മുൻപോട്ടുള്ള തളർച്ച പ്രയാസം. ഇനിയും പറയാറുണ്ട്, നോ മീൻസ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, നോ മീൻസ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ വേണ്ട, ആവശ്യമുള്ള ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് കാത്തു നിൽക്കുന്ന, ജീവിതത്തെ വിജയിക്കാനും മുന്നേറാനായിട്ടും ആഗ്രഹമുള്ള, കർമ്മനിരതരായിട്ടുള്ള എത്രയോ വ്യക്തികൾ ഇതുപോലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ വ്യക്തികളിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളുടെയും നമ്മുടെയും ഒക്കെ വിജയം. അവരിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല, എക്സ്പീരിയൻസ് ആവശ്യമില്ല, ക്വാളിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല, റിസ്ക് ഇല്ല. ഉള്ളത് ഇതാണ്, ആവശ്യമുള്ള, ആഗ്രഹമുള്ള, സ്വപ്നങ്ങളുള്ള, പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന വ്യക്തികളിലേക്ക് ഈ ഒരു അവസരത്തെ എത്തിക്കുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. 10 പേർ നോ പറഞ്ഞാൽ നമ്മൾ തോൽക്കില്ല. ആ നോ
കേട്ട് ഇനിയൊരു വ്യക്തിയെ ഞാൻ കാണില്ല എന്ന് സ്വപ്നങ്ങളില്ലാത്തവർ നമ്മളുടെ സ്വപ്നങ്ങളെ ഒഴിച്ചു മൂടുന്നത്. എട്ടാമതായിട്ട് ഒത്തിരി വ്യക്തികൾ വരുത്തി വിൽക്കുന്ന ഒരു തെറ്റാണ്, ഈ മേഖലയിൽ പ്രാഗൽഭ്യമില്ലാത്തവരോട്, എക്സ്പെർട്ടൈസ് ഇല്ലാത്തവരോട് ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കും. ഡയറക്ട് സെല്ലിംഗില് അറിവില്ലാത്ത വ്യക്തിയോട്, മോദി കെയറില് പ്രവർത്തിച്ച് വിജയിക്കാത്ത ഒരു വ്യക്തിയോട് നമ്മൾ അഭിപ്രായം ചോദിച്ചു അവർ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക? നമ്മൾ എന്തെങ്കിലും ലീഗൽ ആസ്പെക്ട്സ് നമുക്ക് അറിയണമെങ്കിൽ നമ്മളൊരു അഡ്വക്കേറ്റിനോടാണ് ചോദിക്കുക. ഹെൽത്ത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് അറിയണമെങ്കിൽ നമ്മളൊരു ഡോക്ടറോടാണ് ചോദിക്കുക, ഒരു ന്യൂട്രീഷനിസ്റ്റോടാണ് നമ്മൾ ചോദിക്കുക. ഡയറ്റ് പരമായിട്ട് നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മളൊരു ഡയറ്റീഷ്യനോട് ചോദിക്കും. നമ്മുടെ വാഹനത്തെ പറ്റി നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ഒരു പ്രഗത്ഭനായ മെക്കാനിക്കിനോട് ചോദിക്കും. പിന്നെ എന്തുകൊണ്ടാണ് മോദി കെയർ ബിസിനസ്സിൽ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ എക്സ്പെർട്ടൈസ് ഇല്ലാത്തവരോട്, ഈ മേഖലയിൽ പ്രവർത്തിച്ച് വിജയിക്കാത്തവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കും? ഈ മേഖലയിൽ പ്രവർത്തിച്ച് വിജയിച്ച് മുൻപോട്ട് പോകുന്ന ധാരാളം വ്യക്തികളുണ്ട്. അവരെ കാണുക, അവരോട് ചോദിക്കുക, അവരുമായിട്ട് സംഭാഷണം നടത്തുക. അറിവില്ലാത്ത, ഒരു മേഖലയിൽ പ്രാഗൽഭ്യമില്ലാത്തവരോട് നമ്മൾ ഒരിക്കലും ആ മേഖലയിലുള്ള ഒരു സംശയം ചോദിക്കില്ല. കാരണം നമുക്കറിയാം നമ്മളെ അപകടത്തിലാക്കും. മെക്കാനിക്കിനോട് പോയിട്ട് ആരും ഹെൽത്ത് കണ്ടീഷൻ ചോദിക്കാറില്ല. അവരുടെ വണ്ടിയുടെ അവസ്ഥ, കണ്ടീഷൻ ഒരു മെക്കാനിക് ആണ് ചോദിക്കുക. അത് പോയിട്ട് ആരും ഒരു ഷോപ്പിൽ നിൽക്കുന്ന വ്യക്തിയോട് ചോദിക്കില്ല, ഒരു ബിസിനസ് മാനോട് ചോദിക്കില്ല. അതുപോലെ തന്നെയാണ് ഇതും. മോദി കെയർ ബിസിനസ്സിൽ വിജയിച്ചവരോട്, ജയിച്ചവരോട് ചോദിക്കൂ, അവരോട് സംസാരിക്കൂ. പ്രാഗൽഭ്യമുള്ളവരോട്, വിജയിച്ചവരോട് സംസാരിക്കൂ. പലരും ബിസിനസ്സിലേക്ക് ഭാഗമാകുമ്പോൾ വീട്ടിലെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ മക്കളോടോ കൂട്ടുകാരോടോ ഒക്കെയാണ് ഇതിനെപ്പറ്റി ചോദിക്കുക. അവർക്ക് ഈ മേഖലയിൽ അറിവില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും? അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് തന്നെ അവർ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വളർച്ചയ്ക്ക് വിഘാതമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യമില്ല, ഏതൊരു കാര്യമായാലും ആ ഒരു മേഖലയിൽ പ്രാഗൽഭ്യമുള്ളവരോട് ചോദിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഏറ്റവും അധികം ആൾക്കാർ വരുന്നത് തെറ്റാണ്. പ്രാഗൽഭ്യമില്ലാത്തവരോട് സംസാരിക്കുന്നത്. ഒമ്പതാമതായിട്ട് ടോക്കിംഗ് നെഗറ്റീവ്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയും നെഗറ്റിവിറ്റിക്ക് ചെവി കൊടുക്കാറ്. ബിസിനസിനെ പറ്റിയിട്ട്, ക്ലയൻസിനെ പറ്റിയിട്ട്, കമ്പനിയെ പറ്റിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കും. ഈ മേഖലയിൽ പ്രാഗൽഭ്യമുള്ളവരോട് ചോദിക്കും. നമുക്ക് 100% ബോധ്യമില്ലാത്ത കേട്ടുകേൾവികൾ പറയാതിരിക്കും. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് കമ്പനിയെ പറ്റിയോ, അപ്ലയൻസിനെ പറ്റിയോ, ടീം മെമ്പേഴ്സിനെ പറ്റിയോ, പ്രോഡക്റ്റിനെ പറ്റിയോ പറയുന്നവരാണെങ്കിൽ ഓർക്കുക, 100% ബോധ്യമുള്ള കാര്യങ്ങളല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും നമ്മുടെ തന്നെ വളർച്ചയ്ക്കും നമ്മുടെ തന്നെ ഉയർച്ചയ്ക്കും വിഘാതമായിട്ട് നിൽക്കുകയാണ്. ഒരു വ്യക്തിയെ പറ്റി നെഗറ്റീവ് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും
തയ്യാറാവൂ. അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരം. നെഗറ്റീവ് പറയാതിരിക്കും. നമ്മുടെയും നമ്മുടെ ടീമിലുള്ളവരുടെയും ഒക്കെ ഉയർച്ചയ്ക്ക് വിഘാതമായിട്ട് നിൽക്കുന്നതാണ് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത്. സംസാരിക്കുക. ഉത്തമ ബോധ്യത്തിൽ നിന്നല്ലാത്ത കാര്യങ്ങൾ, സംശയത്തിന്റെ ആനുകൂല്യമുള്ള ഒരു കണികയെങ്കിലും അവശേഷിക്കുന്ന ഒരു കാര്യം പോലും ഒരു വ്യക്തിയോട് സംസാരിക്കാൻ നിങ്ങൾക്കും ടീമിനും അത്. പത്താമതായിട്ട് സാധാരണ ആൾക്കാർ വരുത്തുന്ന ഒരു തെറ്റാണ് സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഫ്രണ്ട്സ്, ടീം, നിങ്ങൾ യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സമയമാണ്. ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ മുന്നേറാൻ സാധിക്കില്ല. ഏതൊരു വ്യക്തിയാണോ ഈ ബിസിനസ്സിൽ മുന്നേറിയിട്ടുള്ളത്, ഇന്ന് നിങ്ങൾ സ്വപ്നം കാണുന്ന ഇൻകം അവർ മാസം മേടിക്കുന്നുണ്ടെങ്കിൽ അവർ സമയത്തെ വളരെ വളരെ നിർക്കഷയോടുകൂടി ബോധ്യത്തോടുകൂടി ഉപയോഗപ്പെടുത്തിയവരാണ്. ലസമായിരുന്ന് സമയം പാഴാക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള ബിസിനസ്. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്തെ ഉപയോഗപ്പെടുത്തി ഏതൊരു മേഖലയിലുള്ള വ്യക്തിക്കും മുന്നേറാനായിട്ട് സാധിക്കുന്ന ഒരു അവസരമാണ് മോദിക്കേർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഓർക്കുക, നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പം ഈ ബിസിനസ്സിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുന്ന ദിവസം 1 മണിക്കൂറായിരിക്കും. നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ഉള്ള വ്യക്തി ആയിരിക്കാം. നിങ്ങൾക്ക് ഈ ബിസിനസ്സിന് വേണ്ടി മാറ്റിവെക്കാനായിട്ടുള്ള സമയം ആഴ്ചയില് ഞായറാഴ്ചയില് 2 മണിക്കൂറായിരിക്കാം. നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിരിക്കാം. നിങ്ങൾക്ക് ഈ ബിസിനസ്സിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ആഴ്ചയില് 1 ദിവസമായിരിക്കും, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 മണിക്കൂറായിരിക്കും. നമ്മുടെ സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് എന്ത് ചെയ്യുക? ആ സമയത്തെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. സമയം നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. കടന്നുപോയ ഓരോ മിനിറ്റിലും നമ്മൾ നഷ്ടപ്പെടുത്തിയത് 60 സെക്കൻഡുകൾ. കടന്നുപോയ ഓരോ മിനിറ്റിലും, അലസമായിട്ട് ചെലവഴിച്ച ഓരോ മിനിറ്റിലും ഉപയോഗപ്പെടുത്താനുള്ള 60 സെക്കൻഡുകളാണ് നമ്മൾ വേണ്ട എന്ന് പറയുന്നത്. ഓർക്കുക, സമയത്തെ ശ്രദ്ധയോടുകൂടി അതിന് വില കൽപ്പിച്ച് പ്രവർത്തിക്കുക. നമുക്ക് ചെയ്യാനുള്ളത്, മോദി കെയർ ബിസിനസ് ചെയ്യാനുള്ളത് പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. വിജയം നമുക്ക് സുനിശ്ചിതമാണ്. ഈ 10 കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ വരുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറി ചിന്തിക്കുക, മാറ്റം വരുത്തുക. വിജയം നമുക്ക് സുനിശ്ചിതം. സാധാരണയായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വന്ന് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന 10 സാധാരണ കണ്ടുവരുന്ന തെറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെഷൻ ഇഫക്റ്റീവ് ആയിരുന്നു, സിമ്പിൾ ആയിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നിത്യജീവിതത്തിൽ കണക്ട് ചെയ്യാനായിട്ട്, നമ്മുടെ അവസ്ഥയിലായിരുന്നു കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് കമന്റ് ചെയ്യാം. അതുപോലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. സംശയങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സാദിഖ് സർ. പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ബിസിനസ്സിൽ വരുത്തുന്ന തെറ്റുകളെ തിരിച്ചറിയാനും
അവയെ മറികടന്ന് മുന്നേറാനും സഹായിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സംശയങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും എല്ലാവിധ വിജയങ്ങളും നേരുകയും ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയും ചെയ്യുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്, all the success and all the praise me, Domesh M. Joseph, your product and business trainer, signing off. Bye-bye. Thank you.